നമുക്കിന്ന് നിത്യജീവിതത്തിൽ സംസാരിക്കാൻ ഉപകാരപ്രദമായ കുറച്ച് സെൻറ്റൻസ് പഠിക്കാം. അവൾക്ക് ഇന്ന് രാത്രി ഹോംവർക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഷീ ഹാസ് ടു ഫിനിഷ് ഹർ ഹോംവർക്ക് ടുനൈറ്റ്. ഷീ ഹാസ് ടു ഫിനിഷ് ഹർ ഹോംവർക്ക് ടുനൈറ്റ്. ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ ഹാസ് ടു വയ്ക്കാം. സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ ഹാവ് ടു വയ്ക്കാം. ഇനി ഇത് എങ്ങനെ നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും? നിനക്ക് ഇന്ന് നേരത്തെ പോകേണ്ടതുണ്ടോ? ഡു യു ഹാവ് ടു ഗോ നൗ? ഡു യു ഹാവ് ടു ഗോ നൗ? അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, പ്ലൂറൽ ആണെങ്കിൽ ഡു എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ചോദിക്കാം. ഇനി ഇത് നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? എനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതില്ല. ഐ ഡോണ്ട് ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ടുമറോ. ഐ ഡോണ്ട് ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ടുമറോ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസൻറ്റ് ഹാവ് ടു വയ്ക്കാം, പ്ലൂറൽ ആണെങ്കിൽ ഡോണ്ട് ഹാവ് ടു വയ്ക്കാം. ഐ ഡോണ്ട് ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ടുമറോ. അവൾ നിന്നെ ഇന്നലെ വിളിക്കേണ്ടതായിരുന്നു. ഷീ ഷുഡ് ഹാവ് കോൾഡ് യു യെസ്റ്റർഡേ. ഷീ ഷുഡ് ഹാവ് കോൾഡ് യു യെസ്റ്റർഡേ. അവൻ ആ ജോബ് ഓഫർ സ്വീകരിക്കേണ്ടതായിരുന്നു. ഹീ ഷുഡ് ഹാവ് ആക്സെപ്റ്റഡ് ദ ജോബ് ലെറ്റർ. അല്ലെങ്കിൽ ഹീ ഷുഡ് ഹാവ് ആക്സെപ്റ്റഡ് ദ ജോബ് ഓഫർ. ഇവിടെ ഷുഡ് ഹാവ് ആണ് വയ്ക്കുക. ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഷുഡ് ഹാവിന് ശേഷം വേർബിൻ്റെ തേർഡ് ഫോം വയ്ക്കണം. നെക്സ്റ്റ് നമുക്ക് കാൻറ്റ്. കാൻറ്റിൻ്റെ ഉപയോഗം പഠിക്കാം. കാൻറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലേ എന്നൊക്കെയുള്ള അർത്ഥമാണ്. വേണ്ടേ, കഴിയില്ലേ എന്നൊക്കെയുള്ള അർത്ഥം. നമുക്കിപ്പോൾ പുറത്തു പോകാൻ കഴിയില്ലേ? കാൻ വി ഗോ ഔട്ട്സൈഡ് നൗ? കാൻ വി ഗോ ഔട്ട്സൈഡ് നൗ? കാൻ വി, കാൻറ്റിന് ശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം വയ്ക്കുക. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലേ? കാൻ ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? കാൻ ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? നിനക്ക് സത്യം പറയാൻ കഴിയില്ലേ? കാൻറ്റ് യു ടെൽ മീ ദ ട്രൂത്ത്? കാൻറ്റ് യു ടെൽ മീ ദ ട്രൂത്ത്? നിനക്ക് സത്യം പറയാൻ കഴിയില്ലേ? അപ്പം ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുക.